അങ്ങനെ ഞങ്ങൾ നാലോ സംഘം യാത്ര പോവാണ് ഗൈസ്. ഈ കാടൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും വല്ല കാട്ടിലേക്കാണ്. എന്നാൽ അങ്ങോട്ടേക്കൊന്നും അല്ല കേട്ടോ. ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങിയത് നമ്മുടെ സ്വന്തം വടേരയിൽ നിന്നാണേ. ലൈഫിൽ ആദ്യമായിട്ടാട്ടോ ഇങ്ങനൊരു യാത്ര 2 വീലറൊക്കെ എടുത്തിട്ട്. അപ്പോൾ എങ്ങോട്ടേക്കാണെന്നല്ലേ കഥ പറയാം. നമ്മുടെ കൊട്ടിയൂരിലേക്കാണ് കേട്ടോ. അങ്ങനെ വിശപ്പിൻ്റെ വിളിയൊക്കെ വന്ന് ചായപ്പീടിയും തപ്പി നടക്കുമ്പോഴാണ് ഇവിടുത്തെ ചേട്ടന്മാർ ഇങ്ങോട്ട് വിളിച്ച് കയറ്റിയത്. വീട്ടിലെ അമ്മ പോലും ഇങ്ങനെ ചായക്ക് ക്ഷണിക്കാറില്ല കേട്ടോ. അങ്ങനെയുള്ളൊരു ക്ഷണിതാണേ. വലിയ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കയറി ചെന്നപ്പോൾ പുട്ടും കടലക്കറിയും ചായയും. എൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന സാധനത്തിന് പുട്ട് എന്ന് പറയുന്നത് ഭയങ്കര വീക്ക്നെസ്സാണ്. എടുത്തു പറയണം കേട്ടോ ഇവിടുത്തെ പുട്ടും കടലക്കറിയും. കാരണം അമ്മ ഉണ്ടാക്കി തരുന്ന അതേ ടേസ്റ്റ്. രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ല നീറ്റോടുകൂടി തന്നെ കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഇനിയിപ്പം ബാക്കിയും കൂടെ പറയണ്ടേ. അങ്ങനെ ഞങ്ങൾ വീണ്ടും വണ്ടിയെടുത്ത് പുറപ്പെട്ടു. അതാ നമ്മൾ കാത്തൊരു ബ്ലോക്ക്. 2 വീലർ ആയതുകൊണ്ട് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞങ്ങൾക്കും കിട്ടി. അങ്ങനെ ബാഗൊക്കെ സൈഡാക്കി ഞങ്ങൾ അമ്പലത്തിലേക്ക് വിട്ടു കേട്ടോ. അപ്പം ഞങ്ങളുടെ കുഴപ്പമാണോ അല്ല വേറെ എന്തെങ്കിലും പ്രശ്നമാണോ എന്നറിയില്ല. ഞങ്ങൾ ഇറങ്ങിയ സ്ഥലത്ത് ഒട്ടും വെള്ളമില്ല. ഇരുന്നിട്ട് പോലും തല നനയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കഷ്ടിച്ച് എങ്ങനെയോ മുങ്ങി. ഞങ്ങൾ കല്ലൊക്കെ ഉരച്ച് ചന്ദനം തൊട്ടു കേട്ടോ. ഇതിനെപ്പറ്റി എന്തൊക്കെയോ ഐതിഹ്യങ്ങളുണ്ട്, എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു കേട്ടോ. നല്ല ക്യൂ ആണേ. വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ ഉന്തും കുത്തും പാർസൽ പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ക്യൂവിലൊക്കെ നിന്ന് നമ്മുടെ ഭഗവാനെ തൊഴുതു കേട്ടോ. ഇവിടെ എത്തുമ്പോൾ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു ഫീലിംഗ് ആണ്. വേറൊരു അമ്പലത്തിൽ പോകുന്നതിനെക്കാട്ടും എന്തോ ഒരു ഫീലിംഗ്, എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാനുള്ള തിരക്കിലാണ് കേട്ടോ. GPay വഴിയാണ് അതാ ഈ ഫോണ് തോണ്ടിക്കൊണ്ടിരിക്കുന്നത്. അവിടുന്ന് നേരെ ഞങ്ങളങ്ങ് പാൽച്ചുരത്തിലേക്ക് വിട്ടു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ വണ്ടിയൊക്കെ സൈഡാക്കി ഒരു വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ നമ്മുടെ കർണാടക ചേട്ടന്മാർ പണി തന്നു. വീഡിയോ എടുക്കാൻ വേണ്ട സ്ഥലത്ത് വണ്ടി കൊണ്ടുവച്ചു. പിന്നെ റോഡിലേക്കൊക്കെ ഇറങ്ങി കുറച്ച് പൂക്കളൊക്കെ പറിച്ച് അവിടുന്ന് ഒരു റീൽ എടുക്കാൻ നോക്കുമ്പോൾ റോഡിൽ ഫുള്ള് വണ്ടികൾ വരുന്നതുകൊണ്ട് തന്നെ അതും ഞങ്ങൾ ഒഴിവാക്കി. അങ്ങനെ ഞങ്ങളുടെ അൽക്കുലത്ത് പരിപാടികളായിട്ട് വീണ്ടും മുന്നോട്ടേക്ക്. ചെറിയ രീതിയിലെ കോടയും കാര്യങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ ക്യാമറയിൽ കാണുന്നുണ്ടാവില്ല. അങ്ങനെ ഞങ്ങൾ കുറ്റ്യാടി ചുരത്തിലെത്തിയിട്ടോ. അവിടെ നിന്നാണേ പിന്നെ ഭക്ഷണം കഴിക്കുന്നത്. ഒരു ചായയൊക്കെ കുടിച്ച് ചുരത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ട്. അല്ലെങ്കിലും ചുരം എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് അല്ലേ. അതിൻ്റെ കൂടെ ചെറിയൊരു മഴയും കൂടെ ഉണ്ടെങ്കിലോ. അങ്ങനെ നേരെ വണ്ടിയെടുത്ത് ഞങ്ങൾ താഴേക്ക് പോവുകയാണേ. താഴെ എത്തിയപ്പോഴോ ഇങ്ങനെയുള്ളൊരു വാട്ടർഫോൾസ്. ഇവിടെ നിന്നിട്ട് ആരെങ്കിലും ചായ കുടിച്ചിട്ടുണ്ടോ? നല്ലൊരു അടിപൊളി വ്യൂ ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചിങ്ങ് പോന്നേ.